സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളോട് ഞാൻ എങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ അവൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ആഗ്രഹം നടന്നു. കറങ്ങേണ്ടടുത്തൊക്കെ കറങ്ങി. എന്നിട്ടും പറയാന്ന് പറഞ്ഞത് പറഞ്ഞില്ല. കറങ്ങാൻ വേണ്ടി നമ്പർ ഇറക്കിയതാണല്ലേ? താമ്പ ഞാൻ ചെകിട്ടത്തിനായിട്ട് പ്രതീക്ഷിച്ചു. എന്തിന്? നിന്നെ തൊട്ട അങ്ങനെയാണല്ലോ. വാ. എല്ലാം പറഞ്ഞാലോ? എങ്ങനെ പറയും? രാഹുൽ എന്നെ ആദ്യമായിട്ട് കണ്ടത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഇന്നുവരെയുള്ള നിന്റെ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. അടി കൂടിയതും ഞാൻ പറഞ്ഞതൊക്കെ അപ്പൊ ഓർക്കുന്നുണ്ട്. ഒന്നും മറന്നിട്ടില്ല. ദേഷ്യം തോന്നാറുണ്ടോ എന്നോട്? ഏയ്, അടി കൂടുന്നതിലും ഒരു സുഖമില്ലേ? എല്ലാം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. എന്തൊക്കെ സംഭവങ്ങളായിരുന്നു. ഞാൻ രാഹുലിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. രാഹുൽ എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കി. പിന്നീട് ഒരിക്കൽ ഗുണ്ടകളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ദിലീപിനെ അടിച്ചോടിച്ചു. അന്ന് രാത്രി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടപ്പോ രാഹുൽ പാടിയ പാട്ട് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അങ്ങനെ എന്തൊക്കെ? അഞ്ജലിക്ക് മുമ്പിൽ നമ്മൾ തോറ്റുപോയത്, പിന്നെ വാശിയോടെ അവളെയും പ്രേമനെയും കുടുക്കിയത്, ജയിലിലടച്ചത്. എന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ രാഹുലിന്റെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്നത് എന്താ? മയക്കുമരുന്ന് കേസിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ലോക്കപ്പിന് മുന്നിൽ നിന്ന് നീ കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞില്ലേ? പിന്നെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് എന്നെ പുറത്തിറക്കി. എങ്ങനെ മറക്കൂടാ അതൊക്കെ? എന്നെക്കുറിച്ചുള്ള നിന്റെ നല്ല ഓർമ്മകൾ പറയും.
എല്ലാം നല്ല ഓർമ്മകളാ. എനിക്ക് വേണ്ടി ഗുണ്ടകളോട് ഏറ്റുമുട്ടി തലയിൽ ബാൻഡേജ് ഇട്ട് കിടന്നതും, വിവേക് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ വീട്ടിൽ വന്ന് ഉരുണ്ട് കളിച്ചതും, ഒരു മരുടനാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഒരു പാവം. വേറെ വിവാഹമൊക്കെ കഴിച്ചു പോയാ ഇതൊക്കെ ഓർക്കോ? എന്നെ മറക്കോ? മറക്കും. വിവാഹം കഴിച്ചാൽ പിന്നെ ഭാര്യ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവും. പഴയതൊക്കെ ഓർത്ത് കടന്ന കുടുംബജീവിതം പൊട്ടി പാളിസാവും. നിന്റെ വിവാഹം കഴിഞ്ഞാൽ നീ ഇതൊക്കെ ഓർത്തോണ്ടിരിക്കോ? ഇല്ല. എന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ അന്ന് ഞാൻ തന്നെ കുറിച്ചുള്ള ഓർമ്മകൾ ഡിലീറ്റ് ചെയ്യും. എന്റെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം മാത്രം നോക്കി ഒരു നല്ല ഭാര്യയായിട്ട് ഞാൻ കഴിയും. തന്റെ ഫുട്ബോൾ കളി ഞാൻ TV കാണുന്നു എന്ന് കരുതുക, ഞാനത് ഓഫാക്കും. തന്നെ ഫോണിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. താൻ വിളിച്ച എന്താ പറയാന്നറിയില്ലല്ലോ. എന്റെ ഭർത്താവ് പറഞ്ഞ അത് മതി. എനിക്ക് കുടുംബം വലുത്. കുടുംബം എന്തൊരു സ്വപ്ന. തന്നെ കേട്ടെ നല്ലൊരു മോന്തയുള്ള ഏതെങ്കിലും ആമ്പിള്ളേര് വരുമോ? അവളെന്നെ ബ്ലോക്ക് ചെയ്യും പോലും. നീ ബ്ലോക്ക് ചെയ്ത എനിക്കൊരു ചുക്കുമില്ല. വിവാഹം കഴിഞ്ഞ ഭാര്യ മാത്രമേ നെഞ്ചിലും മനസ്സിലും ഉണ്ടാവൂന്ന്. അതിന് തനിക്ക് മനസ്സുണ്ടോ? നെഞ്ചുണ്ടോ? പിന്നെ ഇതെന്തടി, നെഞ്ചല്ലേ? അതിനകത്തൊരു സാധനം വേണം. അതിന്റെ പേരാണ് ഹൃദയം. അത് തനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ പറയോ? നിനക്കുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പറയോ? കണ്ണിച്ചോറില്ലാത്തവളെ, ഹൃദയം ഇല്ലാത്തവന്, സ്നേഹമില്ലാത്തവന്. സ്നേഹമൊക്കെ നിനക്ക് വാരിക്കോരി തന്നില്ലേ? പിന്നെ അത് ബാക്കിയുണ്ടാവോ? നീ എന്റെ നെഞ്ചു തോർക്ക്, അപ്പൊ കാണാം ഹൃദയം ഉണ്ടോ ഇല്ലയോ എന്ന്. ആ ഹൃദയത്തിനകത്ത് ആരോ ഉള്ളതെന്ന്. അതിനകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, അത് നീയാ. നീ മാത്രം. നിന്നെ എനിക്ക് ഇഷ്ടമോ കേളാൻ പറ്റേ? നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടോ? ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേൾക്കാനാ ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത്. ജീവിതത്തിൽ ഒരാണുണ്ടെങ്കിൽ അത് രാഹുല് മാത്രമായിരിക്കും. വിട്ടുകൊടുക്കില്ല,
ഞാൻ ആർക്കും രാഹുലിന് മറ്റുള്ളവരെ കൈ നീട്ടിയോ എന്തും കൊടുക്കും കീർത്തി. എന്റെ ജീവൻ പോലും കൊടുക്കും. പക്ഷെ എന്റെ രാഹുലിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. എന്നെ പിരിയാന്ന് പറഞ്ഞ ഞാൻ മരിക്കുക എന്ന അർത്ഥം. എന്റെ ഇന്നേ വരെയുള്ള എല്ലാ സ്വപ്നവും നിന്നെ കുറിച്ച് മാത്രമായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. കാരണം നീ എന്റെ ജീവനാ കീർത്തി. നിന്നെ കൊടുത്ത പിന്നെ ഞാൻ മരിച്ചില്ലേ? നീ എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ. ദേവിക നോക്ക്, രാഹുൽ രവീന്ദ്രനല്ലേ അത്? ഇത് പറയാനാണല്ലേ കാണണമെന്ന് പറഞ്ഞത്? അതെ. കീർത്തിയോ? ഞാനും അതെ. ചെറിയ വാശിപ്പുറത്ത് ആരാദ്യം പറയുന്നുള്ള വാശിപ്പുറത്ത് നമ്മുടെ സ്നേഹം തുറന്നു പറയാൻ ഏറെ വൈകിപ്പോയി. ഇന്ന് ആ സമയമായത്. നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണല്ലോ പ്രിയപ്പെട്ടതെന്തും നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുക. ഇത്രയും കാലം തുറന്നു പറയാതെ നമ്മളെ പ്രണയിച്ചു. ഇന്നത് തുറന്നു പറഞ്ഞു. ഇനി വീട്ടിൽ പറയണം. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. നമ്മളതില് ചിഹ്നിച്ചിതറില്ല. ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വപ്നത്തിലേക്ക്, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോകണം. ഇനി നമ്മളെ പിരിക്കാൻ ഈ ജന്മത്തിൽ ആർക്കും കഴിയില്ല. ഞാൻ രാഹുലിന്റെയും രാഹുൽ എന്റെയും മാത്രമാണ്. ഞാൻ തുടങ്ങാണ്. എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. നിനക്കൂടി ഒന്ന് ഒഴിക്കട്ടെ? വേണ്ടടോ, കീർത്തിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. കെട്ട് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ പേടി തുടങ്ങിയോ? മനസ്സിന്റെ നീറ്റല് താങ്ങാൻ പറ്റാത്തവരത് കുടിച്ചു തീർക്കും. ഇപ്പൊ എനിക്ക് നീറ്റലില്ലല്ലോ. കീർത്തി എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോവല്ലേ കമലേഷ്. വിഷമങ്ങളൊക്കെ മാറി. ഇനി ഇതൊന്നും വേണ്ട.
രാഹുലാണോ വിളിക്കുന്നത്? അല്ല, ദേവിക. ഹലോ ദേവിക. റോഷൻ, ഞാൻ ഇവിടെ വെച്ച് രാഹുലിനെയും കീർത്തിയും കണ്ടു. ആഹാ, അവർ രണ്ടുപേരും എന്റെ കാര്യം സംസാരിച്ചോ? നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? രാഹുൽ തന്നെ ചതിക്കായിരുന്നടോ. എന്താ ദേവിക ഈ പറയുന്നേ? കീർത്തി രാഹുൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിന്റെ കാര്യമല്ല അവര് സംസാരിച്ചത്. പരസ്പരം സ്നേഹമാണെന്ന് അവര് തുറന്നു പറഞ്ഞു. അവർക്കൊരിക്കലും പിരിയാൻ പറ്റില്ലെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. സത്യമാണോ താനീ പറയുന്നത്? സത്യം. അവരുടെ രണ്ടുപേരുടെയും കാര്യം വീട്ടിൽ സംസാരിക്കണം, വിവാഹം കഴിക്കണം എന്ന് തീരുമാനിച്ച കീർത്തിയും രാഹുലും പിരിഞ്ഞത്. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ? നിന്നെ അവൻ മോഹിപ്പിച്ചു. കീർത്തിയോട് പ്രണയമില്ലെന്ന് വീട്ടിലെല്ലാവരോടും പറഞ്ഞു. തന്നെയും കീർത്തിയെ ഒന്നിപ്പിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തി രണ്ടുപേരും പുണരുന്നു. നിന്നെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പാവം, നിന്നെ അവൻ ചതിച്ചു, വിഡ്ഢിയാക്കി. അവനെ വിശ്വസിച്ച നീയാണ് മണ്ടൻ. മുൻപ് അവന് വേണ്ടി താൻ കീർത്തിയെ മറക്കാൻ ശ്രമിച്ചു. അതുപോലെ അവൻ തനിക്ക് വേണ്ടി കീർത്തിയെ മറക്കുമെന്ന് നീ വിശ്വസിച്ചു. അവന് നിന്നോട് ഒരു സ്നേഹവുമില്ല. നീ മുമ്പ് പറഞ്ഞത് ശരിയാ. നിന്റെ വീട്ടില് നിന്നോട് ആർക്കും സ്നേഹമില്ല. ചതിക്കാണ് നിന്നെ എല്ലാവരും. ഞാനിത് പ്രതീക്ഷിച്ചില്ല ദേവിക. രാഹുലായിരുന്നു എനിക്ക് ജീവൻ. എനിക്ക് വേണ്ടിയല്ല, അവന് വേണ്ടി കൂടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അവനിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ സങ്കടവും ജീവിതവും അവന് പ്രശ്നമല്ല. ഞാൻ മരിച്ചാലും അവന് കണ്ണീര് വരില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഈ ചതി ചെയ്യോ? എന്നെ മണ്ടനാക്കുവോ? ഒന്നിനും കൊള്ളാത്തവനാക്കുവോ? എന്റെ അമ്മയ്ക്ക് പിറന്നവനാണവൻ. ഇപ്പൊ അവൻ എന്റെ ആരുമല്ല. എന്നെ ചതിച്ചൊരു ശത്രു മാത്രം. റോഷൻ, എന്താ ഇത്? റോഷൻ, എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ റോഷൻ. ഏട്ടനും വീട്ടിലുള്ളവരും പ്രതീക്ഷയിലായിരിക്കും. ഞാൻ എന്തു പറയാം അവരോട്? എങ്ങനെ സംസാരിക്കും? അച്ഛൻ രാഹുല് ഫോൺ എടുക്കുന്നില്ലല്ലോ. അവൻ ഫോൺ എടുക്കില്ലേ? ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാൻ പോകുന്നില്ല. നീ മിണ്ടാതിരിക്കടി. കലാവതി, ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഹലോ. ഹലോ മോനെ, നീ കീർത്തിയെ കണ്ടോ? റോഷന്റെ കാര്യം സംസാരിച്ചോ? രാഹുൽ, കീർത്തിയെ ഞാൻ കണ്ടു. അവള് സമ്മതം മൂളി കാണുമല്ലേ? ഇങ്ങനൊരാലോചന അവള് പ്രതീക്ഷിച്ചു കാണില്ല.
കീർത്തിക്ക് ഇത് കേട്ടപ്പോ സന്തോഷമായി കാണും അല്ലേ മോനെ? എല്ലാം ഓക്കെ ആയല്ലോ. ഇനി ഞങ്ങൾ കീർത്തിയുടെ വീട്ടിൽ പോയി റോഷന്റെയും കീർത്തിയുടെയും വിവാഹം ഉറപ്പിക്കട്ടെ. ഓക്കെ അമ്മേ, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം സംസാരിക്കാം. ശരി. എന്ത് സംഭവിക്കട്ടെ, ഞാനും കീർത്തിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം എല്ലാവരോടും ഇന്ന് തന്നെ പറയണം. എന്താടി നീ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞമാതിരി നിൽക്കുന്നത്? അവനെന്തു പറഞ്ഞു? അവൻ കീർത്തിയുമായി സംസാരിച്ചില്ലേ? സംസാരിച്ചു. കീർത്തി റോഷനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതാണെന്ന് പറഞ്ഞോ? പറഞ്ഞു. ഏയ് അങ്ങനെ പറയാൻ വഴിയില്ല. രാഹുൽ എന്നോടാണ് ഫോണിൽ സംസാരിച്ചത്, നിന്നോടല്ല. കീർത്തി സമ്മതം മൂളിക്കാണുമല്ലോ. ഇനി ഞങ്ങൾ കീർത്തിയുടെ വീട്ടിൽ പോയി റോഷന്റെയും കീർത്തിയുടെയും വിവാഹം ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവൻ ഓക്കെ പറഞ്ഞു.